നമ്മുടെ ജനാധിപത്യത്തിന് കളങ്കമേൽപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടിയിൽ സാമാജികനായിരിക്കെ പാർലമെൻ്റ് ആയാലും അസംബ്ലി ആയാലും ലോക്കൽ ബോഡി ആയാലും ആ സ്ഥാനത്ത് നിന്ന് കാലുമാറി മറ്റൊരു പാർട്ടിയിലേക്ക് ചേരുന്ന ആ സാഹചര്യം അതൊഴിവാക്കുന്നതിന് വേണ്ടിയാണ് കാലുമാറ്റ നിരോധന നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത്. അത് ഇപ്പോൾ പാർലമെൻ്ററി രംഗത്തേക്ക് മാത്രമാണ് ബാധകമായിട്ടുള്ളത്. ഇപ്പോൾ അസംബ്ലി, പാർലമെൻറ്റ്, ഇപ്പോൾ ലോക്കൽ ബോഡിയിലും വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ കാലുമാറ്റ നിരോധന നിയമം ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്നതിന് കൂടി ബാധകമാക്കണം. അതിൻ്റെ സമയമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്ന ആ രീതി അധാർമികമാണ്, വളരെ തെറ്റായ ഒരു പ്രവണതയാണ്, യഥാർത്ഥത്തിൽ വലിയൊരു വഞ്ചനയാണ്. അതുകൊണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരുപാട് പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു, ആ പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു. ഇങ്ങനെ വ്യാപകമായി കാണുന്നുണ്ട്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെയേറെ കളങ്കമേൽപ്പിക്കുന്നു, ജനാധിപത്യ പ്രക്രിയയെ തന്നെ വികൃതമാക്കുന്നു. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികൾ ധാർമ്മികത കൈവിട്ടുകൊണ്ട് അതിൽപ്പെട്ട ഒരാളും അധികാരത്തിന് വേണ്ടി അവസരവാദപരമായി മറ്റ് താല്പര്യങ്ങളെ മുൻനിർത്തി ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുന്ന ആ ഒരു രീതിയുണ്ടല്ലോ, അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് കാലുമാറ്റ നിരോധന നിയമം പാർലമെൻ്ററി രംഗത്തേക്ക് ബാധകമാക്കുന്നത് പോലെ തന്നെ പാർട്ടി രംഗത്തേക്ക് കൂടി വ്യാപിപ്പിക്കേണ്ട, അത് കുറേ കൂടി കുറ്റമറ്റ രീതിയിൽ അത് ആവിഷ്കരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായത്. അല്ല, ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. ഞാൻ യഥാർത്ഥത്തിൽ വളരെ ദുഃഖിതനാണ്. ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങോട്ട് മാറിയോ ഇങ്ങോട്ട് മാറിയോ എന്നുള്ളതല്ല. ഇന്ന് ഇന്ത്യയിൽ കാണുന്നത് എന്താ? ദേശീയ തലത്തിലായാലും മറ്റു തലങ്ങളിലായാലും ഓരോ പാർട്ടിയിൽ നിന്നും ആളുകൾ മറ്റു പാർട്ടിയിലേക്ക് പോകുന്നു. അതായത് ഏറ്റവും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിരിക്കുന്ന ആളുകൾ ആ പാർട്ടിയിൽ നിന്നും പോകുന്നു. അത് ധാർമ്മികമായി വലിയൊരു തകർച്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ സമൂഹം ഇതേക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, ഈ ഒരു പാർട്ടിയിൽ നിന്നും നേരെ മാറി മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുന്ന രീതി വളരെ തെറ്റായ ഒരു രീതിയാണ്. അതുകൊണ്ട് ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് മാറിയാൽ അവർ ചുരുങ്ങിയ പക്ഷം ഒരു നിശ്ചിത കാലയളവിൽ ആ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത് അവിടെ പ്രവർത്തിച്ചൊരു പശ്ചാത്തലം ഒരുക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് മറ്റ് സ്ഥാനങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ആരൊക്കെ തമ്മിലാണ് മത്സരം എന്ന കാര്യത്തിൽ പല അഭിപ്രായം വരുന്നു. പലരും CPM-ഉം UDF-ഉം CPM-ഉം BJP-യും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. UDF-നെ തന്നെ ചിത്രത്തിലില്ലാത്ത രീതിയിലൊക്കെ ചില പ്രചാരം നടത്തുന്നു. താങ്കൾ എങ്ങനെയാണ്? ഒരു സംശയം ആർക്കും വേണ്ട. കേരളത്തിലെ മത്സരം UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയാണ്. BJP-ക്ക് വലിയ പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. BJP ഏതായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അവരുടെ വലിയ വലിയ കണക്കുകൂട്ടലൊക്കെ ഏതാണ്ട് തൃപ്തികരമായ രീതിയിൽ തന്നെ ഒരു പര്യവസാനം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.